ജന്മദിനങ്ങളെല്ലാം ഇപ്പോഴും സ്തുതിസ്തോത്രങ്ങളുടെ അവസരമാണ്. കാലാകാലങ്ങൾ ദൈവം നമുക്ക് തന്ന നേതൃത്വത്തെ ഓർക്കുകയും ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന അവസരം. 2, ഇത് തിരിഞ്ഞു നോട്ടത്തിൻ്റെ അവസരമാണ്. ദൈവം നമ്മെ നടത്തിയ വഴികളെക്കുറിച്ച് 40 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എന്തായിരുന്നു, കാലാകാലങ്ങൾ ഞങ്ങൾ നടന്ന വഴികൾ ഏതാണ്, ഇതെല്ലാം കൃത്യമായി ഓർക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കുക. എന്നാൽ പലപ്പോഴും ഈ തിരിഞ്ഞു നോട്ടം നമുക്ക് പലർക്കും ഇഷ്ടമില്ല. ചിലപ്പോൾ ഇന്ന് അഭിമാനകരമല്ല എന്ന് തോന്നുന്ന ജീവിതാനുഭവങ്ങളിലൂടെ ഒരുപക്ഷെ നാം യാത്ര ചെയ്തിട്ടുണ്ടാകാം. അത് പറയുന്നത് നമുക്ക് ക്ഷീണമാണെന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. എന്നാൽ ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്ഷീണമല്ല. അതുകൊണ്ടാണ് ഇടവക ദിന റിപ്പോർട്ടിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എന്തായിരുന്നുവെന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. വളരെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്നായിരിക്കുന്ന വിധത്തിലായിരിക്കുന്നത് എന്ന് പറയുവാനുള്ള വിനയമാണത് കാണിക്കുക. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്തുതിക്കാനും സ്തോത്രം ചെയ്യുവാനും സാധിക്കുന്നത്. 3, ഇത് പുനഃപ്രതിഷ്ഠയുടെ ദിവസം ആകണം. ഞങ്ങൾ എന്താണ്, ഞങ്ങൾ എന്തായിരുന്നു, ഞങ്ങൾക്ക് എന്താകാമായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കണം. ചെയ്യാവുന്നിടത്തോളം വളരെ ഭംഗിയായി കൃത്യമായി പല കാര്യങ്ങളും ചെയ്യുകയും ജൂബിലിയുടെ ഭാഗമായി അടുത്ത 10 വർഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നാം വായിച്ചു കേട്ടു. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളുടെ അടുത്ത എല്ലാ തീരുമാനങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എന്നാൽ എത്ര നന്നായി ചെയ്താലും കുറെ കൂടെ ചെയ്യാനായിട്ടൊരു സ്കോപ്പുണ്ട്, ലിറ്റിൽ മോർ. അതുകൊണ്ട് ഒന്നും ചെയ്തില്ലെന്നല്ല അർത്ഥം. ഇനി ഒന്നും ചെയ്യുവാനില്ല എന്നൊരു സ്ഥിതി ലോകത്തിലില്ല. സ്വല്പം കൂടെ ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ഏതെല്ലാം തലങ്ങളിലാണ് നമുക്കൊരു പുനഃപ്രതിഷ്ഠ ഏറ്റവും ആവശ്യം? ഈ അടുത്ത കാലത്ത് പല പ്രാവശ്യം വായിച്ചിട്ടുള്ളൊരു വേദഭാഗമാണെങ്കിലും അടുത്ത കാലത്ത് ആ വേദഭാഗം വായിച്ചപ്പോൾ എന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്ത ഒരു വേദഭാഗമാണ് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക: എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവർ ആരുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുന്നത്. അപ്പോൾ കേട്ടിരുന്നവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയല്ലോ, അത്ഭുത പ്രവർത്തനം ചെയ്തല്ലോ, പ്രവചിച്ചല്ലോ, പിന്നെന്തേ നീ ഇങ്ങനെ പറയുന്നേ? കർത്താവ് പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ പറഞ്ഞു. എൻ്റെ കാര്യം അത് നമ്മളെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. എത്രയോ പ്രാവശ്യം ഞാൻ ആ വേദഭാഗം വായിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് വായിച്ചപ്പോഴാണ് അതെന്നെ ഒരുപാട് അസ്വസ്ഥനാക്കി തീർത്തത്. അതിൻ്റെ അർത്ഥം നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്ന് ഒരു നീണ്ട ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് തമ്പുരാനോട് പറയും, തമ്പുരാനെ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ഇതൊക്കെ ചെയ്തില്ലയോ? തമ്പുരാൻ പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവർ പൊക്കോളമുണ്ട്, നിന്നെ ഞങ്ങൾ അറിയുന്നില്ല. എന്തൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ? നിങ്ങൾക്ക് തോന്നിയില്ലേ? എന്തെല്ലാം കാണിച്ചിട്ടും അവസാനം പറഞ്ഞുണ്ടാക്കുന്നത് ഇതാണ്: നിങ്ങളെ ഞാൻ അറിയുന്ന. അധർമ്മം പ്രവർത്തിക്കുന്നവരെന്ന് കൂടിയാണ് പറയണേ. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. അപ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ തോന്നുന്നു, എന്താണ് പിതാവിൻ്റെ ഇഷ്ടം? ഇതൊക്കെ തന്നെയല്ലയോ പിതാവിൻ്റെ ഇഷ്ടം? അതുകൊണ്ടല്ലേ നമ്മളിതൊക്കെ കാട്ടിക്കൂട്ടുന്നത് അല്ലേ? ഇതെല്ലാം ചെയ്യുന്നത് തമ്പുരാന് വേണ്ടി തന്നെയല്ലേ? അല്ലാതെ ഇതൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? കർത്താവ് പറയുന്നത് നിന്നെ അറിയുന്നില്ലെന്ന്. അതിന് കൂടെ അധർമ്മം പ്രവർത്തിക്കുന്നതിന് കൂടെ വിളിച്ചിരിക്കുന്നു. എന്തൊരു കഷ്ടം
അല്ല, അത് വായിക്കുമ്പോൾ കേട്ടപ്പോൾ നിങ്ങൾക്കും ഒന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? കർത്താവിൻ്റെ ഹൃദയം എവിടെയാണ്? കർത്താവിൻ്റെ ഹൃദയം എന്താണ് നമ്മെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കർത്താവിൻ്റെ ഹൃദയം അറിയാനായിട്ട് എങ്ങനെയാണ് സാധിക്കും? അത് പ്രസക്തമായ ചോദ്യമാണ്, വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ ഈ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ചുമതലയേറ്റപ്പോൾ അവിടുത്തെ യുവജന സഖ്യാംഗങ്ങളെ കാണാനായിട്ടൊരു ശ്രമം നടത്തി. 16 സ്ഥലങ്ങളിലായിട്ട് യുവജന സഖ്യാംഗങ്ങളെ കണ്ടു. അപ്പോൾ 2, 4 ഇടവക, 5 ഇടവക ഒക്കെ കൂടിയിട്ടാണ്. ഒരു ഏവറേജ് 80 പേരെങ്കിലും ഓരോ സ്ഥലത്തും വന്നു. ഒരു ഇൻട്രാക്റ്റീവ് സെഷനാണ്. ഞാൻ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ ചോദിച്ചോ. നല്ല രസമായ സെഷൻ, ഒരുപാട് ചോദ്യം, എനിക്കറിയാവുന്ന മറുപടിയൊക്കെ കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് 3 ചോദ്യം ചോദിക്കാനുണ്ട്. ഒന്ന്, നിങ്ങളോട് നേരിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല. 2, നിങ്ങളോട് നേരിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാലത്തും വൈകിട്ടും വീട്ടുപ്രാർത്ഥനയുള്ള എത്ര വീടുണ്ട് എന്ന് ചോദിച്ചു. കൈവെക്കാൻ പറഞ്ഞു. എത്ര കൈവങ്ങി കാണും? 8 കുട്ടികളുടെ കൈവങ്ങി. അതിൽ ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ 2 പിള്ളേർ കാണും. അതിന് സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം, അച്ഛനച്ഛൻ ഉൾപ്പെടെ. കർത്താവേ കൈവെക്കാൻ പറയല്ലേ, കൈവെക്കാൻ പറയല്ലേ. ശരിയല്ലേ? ഇതൊരു യാഥാർത്ഥ്യമാണ്. വീട്ടുപ്രാർത്ഥനയുള്ള വീടുകൾ കുറവാണ്. അതെന്താണ് കാണിക്കുന്നത്? നമ്മുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ചാണ് അത് കാണിക്കുന്നത്. അത് ചൂണ്ടിക്കാണിക്കുന്നതാണ്. എവിടെയോ കാര്യമായ കുഴച്ചിൽ നമുക്ക് സംഭവിക്കും. എനിക്കങ്ങ് ഭയങ്കര ഷോക്കായിപ്പോയി. ഇത്ര 80 കുട്ടികളിരിക്കുമ്പോൾ അവരുടെ വീടുകളുടെ സ്ഥിതിയെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ഇതിൽ കവിഞ്ഞൊരു നാണംകേട്, ഒരു വിശപ്പെന്ന നിലയിൽ എനിക്കുണ്ടാകാനുണ്ട്. ഇല്ലെന്നാണ് എൻ്റെ വിചാരം. എൻ്റെ പിന്നെ ഞാൻ വല്ല സൂത്രത്തിലൊക്കെ രക്ഷപ്പെടും. ഞാനിപ്പോൾ വന്ന് ചാർജ് എടുത്തേ ഉള്ളല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ചാർജ് എടുത്താലും 10 കൊല്ലം കഴിഞ്ഞ് നോക്കിയാൽ ഇതന്നെ സ്ഥിതി. അതന്നെ, കാര്യം സംശയം. രണ്ടാമത് ഞാൻ ചോദിച്ചു, നിങ്ങളെക്കുറിച്ച് പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഒന്ന്, നിങ്ങൾ എത്ര പേർ കാലത്തും വൈകിട്ടും 10 മിനിറ്റെങ്കിലും വേദപുസ്തകം വായിക്കുന്നവരുണ്ടെന്ന് ചോദിച്ചു. എത്ര കൈ പൊങ്ങി കാണും? ഒരു കൈ കൂടെ പൊങ്ങി. 8, 9 എത്രയേ ഉള്ളൂ? 9. ഇതൊരു ഏവറേജ് കണക്കാണ് ഞാൻ പറയുന്നത്. 16 സ്ഥലത്ത് കൂടി എൻ്റെ കണക്കാണ് പറയുന്നത്. മൂന്നാമത്തെ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എത്ര പേർ ഒരു 10 മിനിറ്റെങ്കിലും കാലത്തും വൈകിട്ടും തനിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്ന് ചോദിച്ചു. അപ്പം അതിനകത്ത് പകുതി കൈ പൊങ്ങിയവർ ഇങ്ങനെ പൊക്കണോ പോകണ്ടേ എന്നൊക്കെ ചെയ്തു. അത് ഒരു കൈയും കൂടെ പൊങ്ങി. 10 പേർ. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യത്തേതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല. അതിൻ്റെ സകല ഉത്തരവാദിത്വവും സ്ത്രീകൾക്കാണ്. അമ്മമാരുടെ കുഴപ്പമാണ്. അമ്മമാർ വിചാരിക്കാതെ ഒരു വീട്ടിലും വീട്ടുപ്രാർത്ഥന ഉണ്ടാകത്തില്ല. അമ്മ ഉഴപ്പിയാൽ ഉഴപ്പി. മറ്റെന്തെല്ലാം കാര്യങ്ങളും പുരുഷന്മാരെ കുറ്റം പറയാൻ ഒക്കുമായിരിക്കും. അങ്ങേര് ഗുണം പിടിക്കാത്തതുകൊണ്ടാണ് അത് നടക്കാമെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ വീട്ടുപ്രാർത്ഥന ഉഴപ്പിയാൽ സകല ഉത്തരവാദിത്വം സ്ത്രീകൾക്ക് തന്നെയാണ്. എൻ്റെ അർത്ഥം അത്ര ഉഴപ്പരാണ് പെണ്ണുങ്ങൾ, സ്ത്രീകളെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളങ്ങനെ ഒന്നുമല്ല, ഞങ്ങളിങ്ങനെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു അല്ലേ. ഇപ്പോൾ ലത ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്, ഞങ്ങൾ പിപ്പിൽ വാട മുഴുവനും മറച്ചു വെച്ചു, ഞങ്ങൾ സേവിയാസംഘം. ഇവിടെ ആനി ജെസ്സിയൊക്കെ മുമ്പിൽ ഇരിപ്പുണ്ട്, ഇവരൊക്കെ ഇവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാലും ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി നമുക്ക് പറയാൻ ഒക്കുമോ? രണ്ടാമത്തെ ഉത്തരവാദിത്തം അവർ തന്നെയാണ്. വേറെ ആരോട് ഉത്തരം പറയാനാണ്? എന്തുകൊണ്ടാണ് ഈ വേദവസം വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കാത്തതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ മറുപടി: ഈ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനം കൊടുത്തിട്ടില്ലെന്ന് അർത്ഥം.
കർത്താവിന് ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലവ് ലെറ്ററാണ്. കർത്താവിൻ്റെ ലവ് ലെറ്ററാണ് വേദോസ്തം. ഇങ്ങനെ ഒരു സാധാരണ നാടൻ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ഭാഷയിൽ പറഞ്ഞു അത് നിലത്ത് വയ്ക്കാൻ പറ്റുമോ? അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു പെൺപിള്ളേരുടെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അവളയച്ച വാട്സപ്പ് എത്ര പ്രാവശ്യം വായിച്ചു നോക്കും? ഞാൻ പേര് പറയുന്നില്ല, ഇനി വേറെ നാണം കിടന്നില്ല. അപ്പം വേദവസ്തം വായിക്കാൻ താല്പര്യമില്ലെങ്കിൽ എൻ്റെ അർത്ഥം ഈ കർത്താവിനോടുള്ള ബന്ധത്തിൽ എവിടെയോ കുഴച്ചിലുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാണ്. ഈ തമ്പുരാൻ്റെ ശബ്ദം കേൾക്കാൻ താല്പര്യക്കുറവുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. തമ്പുരാനോട് സംസാരിക്കുന്നതിന് നമുക്ക് താല്പര്യമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തോട് ബന്ധപ്പെടുത്തി പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. തമ്പുരാൻ്റെ ഇഷ്ടം അറിയുന്നവർ എന്തുകൊണ്ടാവണം? യേശു നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമാണെന്ന് ജീവിതാനുഭവങ്ങളിലൂടെ സാക്ഷിക്കുന്നവർക്കേ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് അങ്ങനെ ഇഷ്ടം അറിയാൻ പറ്റും? ഇഷ്ടം അറിയാൻ പറ്റത്തില്ല. കർത്താവിനെ സ്നേഹിക്കുന്നവർക്കല്ലാതെ തമ്പുരാൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് അറിയാൻ ഒക്കത്തില്ല. നിങ്ങളെയൊക്കെ കെട്ടിച്ച സമയത്ത് ഞങ്ങളൊക്കെ പറഞ്ഞാൽ വിട്ടത്, ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. രണ്ടല്ല ഒന്നാണ്. ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങേരുടെ മുഖം കണ്ടാൽ എനിക്കറിയാം മനസ്സിരിപ്പ് എന്താന്ന്. നേരെ തിരിച്ചു ചിലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, 25 കൊല്ലമായി അങ്ങേരുടെ കൂടെ ജീവിക്കുന്നു, ഇതുവരെയും മനസ്സിലായിട്ടില്ല. പിന്നെ എന്തിനാ കൂടെ താമസിച്ചേ? കൂടെ താമസിച്ചിട്ട് അങ്ങേരെ ഇതുവരെയും മനസ്സിലായില്ല. എന്തിനാ കൂടെ താമസിച്ചത്? എനിക്കറിയാണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം അറിയാൻ സാധിക്കുന്നത് തമ്പുരാനോടുള്ള ബന്ധത്തിൽ, സ്നേഹബന്ധത്തിലൂടെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് കുറേ കൂടെ ഉന്നതമായൊരു ആത്മീയ അനുഭവമാണ്. ഇപ്പം നമ്മൾ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ ഭവനത്തെക്കുറിച്ച് നമുക്കറിയാം. അവിടെ വലിയൊരു ക്രൈസിസ് ഉണ്ടായതെല്ലാം നമുക്കറിയാം, അല്ലേ? അപ്പോഴത്തേക്കും യേശുവിൻ്റെ അമ്മച്ചി പ്രത്യക്ഷപ്പെട്ടിച്ച് മോനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ നീ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ, ഇവിടെ കല്യാണം ആകെ താറുമാറാകാൻ പോവുക, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം മോനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ അമ്മച്ചി എന്നാ പറഞ്ഞു? യേശു കർത്താവ് എന്നാ പറഞ്ഞു? എൻ്റെ അമ്മ എന്നെ കൊണ്ട് നോക്കത്തില്ല, അമ്മ വേറെ വല്ല പണി നോക്ക്. ഞാൻ രണ്ടാമത് പറഞ്ഞ വാക്കൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എൻ്റെ മോനെ എന്നെ കൊണ്ടൊന്നും ഒക്കത്തില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മളാണ് നമ്മുടെ വീട്ടിലെ മോനാണ് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാനെ? നമ്മളാണെങ്കിൽ അവൻ്റെ പുറകെ നടന്നേനെ. എടാ ചെയ്യടാ 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 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ നടന്നേനെ, അല്ലേ? മുടി വെട്ടറാ പഠിക്കലാ. ഇല്ല, ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ശരി. അവിടെ മൈക്കിളിന് തലയാട്ടുന്നുണ്ട്. ലതയ്ക്കും കുരിയച്ചനും വേണ്ടിയിട്ടാണ് അവൻ തലയാട്ട്. പറഞ്ഞു കൊടുത്തിരുമേനി കേൾക്കട്ടെ അങ്ങോട്ട്, അല്ലേ? അപ്പോൾ എന്നാൽ യേശു കർത്താവിൻ്റെ അമ്മച്ചി ഒരക്ഷരം പോലും പിന്നെ പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല. പക്ഷെ പോയി. നമ്മളാണെങ്കിൽ ആ വീട് തകട മറിച്ച് വെച്ചാൽ അങ്ങോട്ട് ഓടുന്നു. എന്താ, അയ്യോ വീഞ്ഞില്ല, ആകെ തീർന്നു, നീ എന്തെങ്കിലും ചെയ്യടി, മറ്റടി ചെയ്തി എന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്നു, ഫോൺ വിളിക്കുന്നു, എന്തെല്ലാം കാട്ടി. എന്നാൽ യേശുവിൻ്റെ അമ്മച്ചി ജോലിക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ ചെയ്യും. ഒറ്റ പോക്കാണ്. പിന്നെ അവരെ കാണുന്നേ ഇല്ല. എനിക്ക് ആരും കല്യാണത്തിന് കസിൻസൊക്കെ വന്നിട്ടുണ്ട്, അവരോട് വാച അടിക്കാൻ പോയതാണ്, അല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മച്ചി അങ്ങനെ ചെയ്തത്? ഞാൻ മറുപടി പറയും. യേശുവിൻ്റെ അമ്മച്ചിക്ക് മകനെ നന്നായി അറിയാമായിരുന്നു. അവർ വളർത്തിയ മോനാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും വേണ്ട വർക്കല്ലാതെ തമ്പുരാൻ്റെ ഹൃദയം മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഇത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. അതാണ്. അപ്പം കർത്താവിൻ്റെ ഹൃദയം അറിഞ്ഞ് അതിനനുസരണമായ വിധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു പുനഃപ്രതിഷ്ഠയുടെ ദിവസം ഇന്നാകണം എന്നാണ് എൻ്റെ പ്രാർത്ഥന.
അടുത്ത 10 വർഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ വിചാരം അടുത്ത കൈസ്ഥാന സമിതി കൂടുമ്പോൾ ഈ സെക്രട്ടറി ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. 230 വീടുണ്ട്, അതിൽ കുറച്ച് പേരൊക്കെ വിദേശത്തൊക്കെ ആയിരിക്കും. ഇവരുടെ വീടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. എന്നിട്ട് സാധാരണ നമ്മുടെ കൈസ്ഥാന സമിതിയുടെ ജോലി എന്നൊക്കെ പറഞ്ഞ് എന്താ പെയിൻ്റ് അടിക്കണ്ടേ, കാപ്പിക്ക് എന്താ കൊടുക്കണ്ടേ, ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്കഷൻ വിഷയം. എന്നാൽ അടുത്ത കമ്മിറ്റിക്ക് ഇത് ഈ വിഷയങ്ങളൊക്കെ മാറ്റി വയ്ക്കണം. എന്നിട്ട് നമ്മുടെ ആത്മീയ വർധനവിന് വേണ്ടി നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ ഒക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണം. അവർ എന്ത് ചെയ്യണം, ഒരു 5 ഗ്രൂപ്പായിട്ട് തിരിയണം. അതൊരു നേരത്തെ അറിയിച്ചോട്ട് എല്ലാ വീട്ടിലോട്ടും പോകണം. ആ പോണ സമയത്ത് റെസീറ്റ് ബുക്ക് കൊണ്ടുപോകരുത്. പിന്നെ കുടിശ്ശിക ലിസ്റ്റ് കൊണ്ടുപോകരുത്. ഒന്നും വേദപുസ്തകം പാഠപുസ്തകം മാത്രം. നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഉടനെ ചോദിക്കുക എന്നാ പുതിയ കളക്ഷൻ. കാരണം കളക്ഷൻ അല്ലാതെ കൈസ്ഥാന സമിതിക്കാർ വീട്ടിൽ പോയിട്ടുണ്ടോ? ഏതെങ്കിലും കൈസ്ഥാന സമിതി ക്രിസ്മസിനെ ആശംസിക്കാൻ പോകുമ്പോഴും റെസീറ്റും കൊണ്ടാണ് പോണേ അല്ലേ? അല്ലാതെ വല്ലതിനും പോകുന്നുണ്ടോ? എങ്ങനെയെങ്കിലും കാശ് പിരിക്കണം എന്നല്ലാണ്ട് വേറെ. അപ്പോൾ പറയും ഞങ്ങൾ പിരിക്കാൻ വന്നതല്ല, നിങ്ങളെ കാണാൻ വന്നു. ഇവരെയൊക്കെ വിളിച്ചിരുത്തി ഇങ്ങനെ ഇരുത്തിയിട്ട് ഒരറ്റം മുതൽ അവർ വീട്ടിലെ കാരണവരോട് ചോദിക്കണം, ഇവിടെ കാലത്തും വൈകിട്ട് വീട്ടു പ്രാർത്ഥനയുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഏത് ധ്യാന പുസ്തകമാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കണം. എന്നിട്ട് ഓരോടും ചോദിക്കണം, നിങ്ങൾ കാലത്തും വൈകിട്ടും പ്രാർത്ഥിക്കാറുണ്ടോ? പിന്നെ ഒരു അവസാനം ഒരു ചോദ്യം കൂടെ ചോദിക്കണം, യേശു കർത്താവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് കൂടെ ചോദിക്കണം. കുറേ ആൾക്കാരങ്ങ് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും. എടാ എൻ്റെ അപ്പൻ തോമസ് അപ്പോസ്തലൻ മുങ്ങിയതിൻ്റെ പുറകെ വന്നവനാന്ന് പറയും. ആ ചരിത്രവും ആ കൂട്ടതൊക്കെ പറയും. അങ്ങനെ വയലൻ്റായാൽ രക്ഷപ്പെട്ടു എന്നർത്ഥം. അന്ന് രാത്രി അവന് ഉറക്കം വരത്തില്ല. കാരണം അവൻ രാത്രി കിടന്നിട്ട് കർത്താവ് ഇത്ര നാളും എൻ്റെ പണം മാത്രമായിരുന്നു എല്ലാവരും ചോദിച്ച്, ഞാൻ നിത്യജീവിതത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ പോലും എൻ്റെ വീട്ടിൽ ഇതുവരെയും വന്നിട്ടില്ലല്ലോ എന്ന് പറയും. മനസ്സിലാകുന്നു? ഇടവക കത്താൻ തുടങ്ങും അല്ലേ? ഇടവക കത്താൻ തുടങ്ങും. പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാനിപ്പോൾ വരാം, ഒന്നിന് പോയിട്ട് വരാമെന്ന് പറയരുത്. പോകുമ്പോൾ എല്ലാ വീട്ടിലും കയറിക്കോണം, അല്ലെങ്കിൽ ഗുണത്തേക്കേലേറെ ദോഷം ചെയ്യും. ഒന്നും നടന്നില്ലെങ്കിൽ കൈസ്ഥാന സമിതിക്കാരെങ്കിലും മനസ്സാന്തരപ്പെടും. കാരണം വേദവസ്തം വായിക്കാത്ത കൈസ്ഥാന സമിതിക്കാരന് മറ്റവനോട് ചോദിക്കാൻ പറ്റുമോ? കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത കൈസ്ഥാന സമിതിക്കാരനോട് മറ്റവനോട് നീ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കാൻ പറ്റുമോ? അതാവും ഞാൻ പറഞ്ഞ് കുറഞ്ഞത് അവരെങ്കിലും മനസ്സാന്തരപ്പെടും എന്ന് പറഞ്ഞ്. എന്നാൽ എൻ്റെ അർത്ഥം അവർ മോശക്കാരാണെന്നൊന്നും അല്ല അർത്ഥം. എൻ്റെ അർത്ഥം നമ്മൾ 10 വർഷത്തെ പ്രോഗ്രാം തീരുമാനിച്ചു. എനിക്ക് നിങ്ങളോട് പറയാണ്, 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ പറയണം എവിടെ നമ്മൾ 50ാമത്തെ വർഷത്തെ റിപ്പോർട്ട്. അതിനൊന്നും അത്രയൊന്നും കാത്തു നിൽക്കുകയൊന്നും വേണ്ട. അപ്പം 1 വർഷം കഴിയുമ്പോൾ തന്നെ റിപ്പോർട്ട് പാസ്സാക്കും. പറയണം ഈ ഇടവകയിൽ 230 വീടുണ്ട്, ഈ 230 വീട്ടിലും ഇവിടെ വീട്ടുപ്രാർത്ഥനയുണ്ട്. റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? സെക്രട്ടറിയോടാണ് ചോദിച്ചേ. അടുത്ത റിപ്പോർട്ട് പറയുമ്പോൾ സെക്രട്ടറിക്ക് പറയാൻ ധൈര്യത്തോടെ തൻ്റെ അടുത്തോടെ പറയാൻ നോക്കുമോ? അതെ, ഈ ഇടവകയിലെ 230 വീട്ടിലെ 600 ചില്ലുവാനും ആൾക്കാരുണ്ട്. അതിൽ കൊച്ചുകുട്ടികളെ വിട്, ബാക്കി എല്ലാവരും വേദവസ്തം വായിക്കുന്നവരും ധ്യാനിക്കുന്നവരും യേശുവാണ് എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷിതാവ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നവരാകൂ. നവീകരണ കാലഘട്ടത്തിൽ സഭയിലെ 100% ആളുകളും ഇത് പ്രഖ്യാപിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ഈ പമ്പായുടെ ചുറ്റുപാടുള്ള കുറേ കൃഷിക്കാരായ പാവപ്പെട്ട മനുഷ്യരുടെ, നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാരെല്ലാം ഈ പാവപ്പെട്ടവരാ, കൃഷിക്കാരാണ്. ഇപ്പോൾ ഒക്കെ നമുക്ക് മുമ്പടി കാശൊക്കെ ആയി കാണും, നല്ല സുഖമായിട്ടൊക്കെ ജീവിക്കുന്നു എന്നൊക്കെ ഉള്ളൂ അല്ലേ? അന്നായിരുന്നു, അതിന് യാതൊരു സംശയമില്ല. കാരണം പൈസ കൊടുക്കാൻ പോലും നമ്മുടെ കയ്യിൽ കാശില്ലായിരുന്നു. അതുകൊണ്ട് കഞ്ഞിക്കിടുന്ന അരിയിൽ നിന്ന് ഒരു പിടി പിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പള്ളിയുടെ സന്ധാരണം പോലും നടത്തിയിരുന്നത്. അത് അത്ര ഗതിയുള്ളായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. എന്നാൽ ലോകം മുഴുവനും എത്തിപ്പറ്റുകയും എല്ലായിടങ്ങളിലും വ്യക്തിത്വം സ്ഥാപിക്കുകയും നമ്മുടെ സാന്നിധ്യം വിളിച്ചോതുകയും പറയുകയും ചെയ്യുന്ന
ഒരു കൂട്ടം. കഴിഞ്ഞ ദിവസം കത്തോലിക്ക ബിഷപ്പ് പറഞ്ഞു, മാർത്തോമായക്കാരെ പോലെ ഇത്ര സമ്പന്നന്മാർ ഈ ലോകത്തിൽ ഒരു സഭയിലും ഇല്ല എന്ന് പറഞ്ഞു. സത്യമായിരിക്കും, എനിക്ക് അതിനകത്ത് സംശയമൊന്നും തോന്നിയിട്ടില്ല. ഇത്ര വളർന്നത് എന്തുകൊണ്ടാണ്? വളർന്നുകൊണ്ട് സമ്പത്തുകൊണ്ട് വളർന്നതിനെ കുറിച്ചൊന്നുമല്ല, ലോകം മുഴുവനും പടർന്ന് പന്തലിക്കത്തക്ക വിധത്തിൽ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പോകാൻ കാരണം അല്ലേ. അതുകൊണ്ടാണ് ജോലി കിട്ടിയേ, ജോലിക്ക് അന്വേഷിച്ച് ഇവിടെയൊക്കെ വന്നേ. അത് ഇവിടെ മൊത്തം വന്ന കാര്യം മാത്രം, ലോകമെമ്പാടും. അപ്പോൾ ഈ സഭ കത്തി മുന്നേ പറക്കുന്ന പക്ഷിയായിട്ട് തീർന്നതിൻ്റെ കാരണം അതായിരുന്നു. ഇന്ന് ഈ തലമുറയിൽ അത് നമുക്ക് അഭിമാനിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള സത്യമാണ്. നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുന്നതിൻ്റെ പുനഃപ്രതിഷ്ഠയുടെ ദിവസമായിട്ട് ഈ റൂബി ജൂബിലി ആയിത്തീരണം. നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുന്ന സമയം, അതിൻ്റെ പുനഃപ്രതിഷ്ഠയുടെ സമയമാകണം. അതിനുള്ള ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഈ റൂബി ജൂബിലി ആഘോഷം വളരെ വളരെ അർത്ഥവത്തായിട്ട് തീരും. ഇത് സംഭവിച്ചാൽ ഈ പള്ളി കത്തും. എങ്ങനെ കത്തും അല്ലേ? ഇന്ന് നമ്മൾ ആദ്യത്തെ ശുശ്രൂഷ നടത്തിയപ്പോൾ അവളോട് പറഞ്ഞു, എന്താണ്? കർത്താവേ, ജ്വലിക്കുന്ന ഇടവയാക്കി ഞങ്ങളെ തീർക്കണമേ. ജീവൻ്റെ തുടിപ്പുള്ള ജ്വലിക്കുന്ന ഇടവയായി തീരണം. അപ്പോഴാണ് നാം എന്തായിത്തീരുന്നത്? നമ്മുടെ സാന്നിധ്യം തന്നെ പ്രസംഗമായിട്ട് തീരുന്നത്. ചുറ്റുമുള്ളവർ നമ്മിലൂടെ യേശു കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുന്ന ഒരു ഇടവയായിട്ട് തീരുന്നത്. ഞാൻ അച്ഛൻ എനിക്ക് 15 മിനിറ്റേ തന്നുള്ളായിരുന്നു, ഞാൻ അരമണിക്കൂർ എടുത്തു. എന്നാൽ അതുകൊണ്ട് നമ്മുടെ ഒരു പുനഃപ്രതിഷ്ഠയുടെ ദിവസമായിട്ട് ഇത് തീരട്ടെ. എന്തിനുള്ള പുനഃപ്രതിഷ്ഠ? യേശു കർത്താവിൻ്റെ ഹൃദയമറിഞ്ഞ് പ്രവർത്തിക്കുന്ന പുനഃപ്രതിഷ്ഠ. അതറിയണമെങ്കിൽ യേശു കർത്താവുമായിട്ടുള്ള ബന്ധം ഉണ്ടാകണം. യേശു കർത്താവിനെ ആഴത്തിൽ അറിയണം. ഇത് രണ്ടും സംഭവിക്കുമെന്നവർക്ക് മാത്രമാണ് ഹൃദയമറിയുവാനായിട്ട് സാധിക്കുക. ആ വിധത്തിൽ യേശു കർത്താവിൻ്റെ ഹൃദയമറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായിട്ട് തീരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം. അതിന് ഈ ജൂബിലി ആഘോഷങ്ങൾ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എനിക്കും നിങ്ങളോടൊപ്പം ഇത്ര സമയം ചെലവഴിപ്പാൻ ലഭിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് പറഞ്ഞു, കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ദൈവരാജ്യത്തിൻ്റെ അംശികളായിട്ട് തീരുന്നത് എന്ന്. ദൈവരാജ്യത്തിൻ്റെ അംശികളായി തീരുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും അതിന് ദൈവം നമ്മളെ ബഹുമാനപ്പെട്ട അച്ഛനെയും ഇടവുകയും എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.